ഓം നമോ ഭഗവതീ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 12-ാം അധ്യായമായ ഭക്തിയോഗത്തിലെ 16 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 17-ാമത്തെ ശ്ലോകം നോക്കാം. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭപരിത്യാഗീ ഭക്തിമാൻ യഃ സ മേ പ്രിയഃ. യഹ യാതൊരുവൻ ന ഹൃഷ്യതി അമിതമായി ആഹ്ലാദിക്കുന്നില്ലയോ, ന ദ്വേഷ്ടി ആരെയും ദ്വേഷിക്കുന്നില്ലയോ, ന ശോചതി അമിതമായി ദുഃഖിക്കുന്നില്ലയോ, ന കാംക്ഷതി ഒന്നും കാക്ഷിക്കുന്നില്ലയോ, അഥവാ ഒന്നിലും ആഗ്രഹങ്ങളില്ലാതിരിക്കുകയോ. യഹ യാതൊരാൾ ശുഭാശുഭ പരിത്യാഗി ശുഭാശുഭങ്ങളെ പരിത്യജിക്കുന്നുവോ, അഥവാ ശുഭാശുഭങ്ങളെ പരിഗണിക്കാതിരിക്കുന്നുവോ, ഭക്തിമാൻ ഭക്തിയോടെ ഇരിക്കുന്നുവോ, സ മേ പ്രിയഃ അവൻ എനിക്ക് പ്രിയനാകുന്നു. വീണ്ടും തനിക്ക് പ്രിയപ്പെട്ട ഭക്തനാരാണ് എന്ന് ഭഗവാൻ പറയുകയാണ്. അഥവാ തനിക്ക് പ്രിയപ്പെട്ട ഭക്തനായിത്തീരാൻ എങ്ങനെയുള്ളവനായിത്തീരണം എന്നാണ് ഭഗവാൻ പറയുന്നത്. യാതൊരുവൻ അമിതമായി ആഹ്ലാദിക്കുന്നില്ലയോ, ആരെയും ദ്വേഷിക്കുന്നില്ലയോ, അമിതമായി ദുഃഖിക്കുന്നില്ലയോ, ഒന്നിലും ആഗ്രഹങ്ങൾ വച്ച് പുലർത്താതിരിക്കുകയോ, അതുപോലെ ശുഭാശുഭങ്ങളെ ഒരേപോലെ ഗണിക്കുന്നുവോ, അതായത് ദ്വന്ദ്വാതീതനായിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ, സ്ഥിതപ്രജ്ഞൻ്റെ ഭാവത്തോടെ ഇരിക്കുക. ഭക്തിയോടെ ഇരിക്കുന്നുവോ, അവൻ എനിക്ക് പ്രിയനാകുന്നു. ഒരു യഥാർത്ഥ ഭക്തന് ഭൗതികമായ ലാഭനഷ്ടങ്ങളിൽ അമിതമായ സന്തോഷമോ അമിതമായ ദുഃഖമോ തോന്നാറില്ല. എല്ലാം ഒരേപോലെ കരുതുന്നു. അമിതമായ ആഗ്രഹങ്ങൾ അയാൾക്കുണ്ടാവില്ല. അയാളുടെ കർമ്മങ്ങളെല്ലാം നിസ്വാർത്ഥമായിരിക്കും, ലാഭചിന്തയോടെ ആയിരിക്കില്ല. ആരോടും വിദ്വേഷമോ വെറുപ്പോ ഉണ്ടാകുന്നില്ല. തൻ്റെ കർമ്മങ്ങളിൽ ശുഭമെന്നോ അശുഭമെന്നോ വേർതിരിവില്ല. ശുഭം വന്നാലും അശുഭം വന്നാലും അതിനെ തുല്യമായി പരിഗണിക്കുന്നു. കാരണം എല്ലാം ഈശ്വരാർപ്പിതമായാണ് അദ്ദേഹം ചെയ്യുന്നത്. സദാ ഭഗവത് സേവനത്തിൽ മുഴുകുന്നവനാണ് അയാൾ. അങ്ങനെയുള്ള ഭക്തൻ ഭഗവാന് പ്രിയപ്പെട്ടവനാകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാന് പ്രിയപ്പെട്ട ഭക്തൻ്റെ സ്വഭാവവിശേഷങ്ങളാണ് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഥവാ ഭഗവാന് പ്രിയപ്പെട്ടവനായി തീരണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.